ൾക്കും വിശിഷ്ട അതിഥികൾക്കും എൻ്റെ നമസ്കാരം. സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇന്ന് സ്വാഗതം പറയുക എന്നാണെങ്കിലും ശരി, ഞാൻ സ്വാഗതം പറഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒരു ജനറലായിട്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്കിവിടെ സ്വാഗതം പറയേണ്ടത് ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ മുമ്പിൽ തൊട്ട് നമ്മുടെ മെമ്പറാണ്, എല്ലാമായിരുന്നു, നമ്മുടെ ഫ്രണ്ട് പോലെ തന്നെയാണ്. പത്മശ്രീ ഡോക്ടർ കൃഷ്ണകുമാർജിക്കാണ്. കൃഷ്ണകുമാർജി നടത്തുന്ന AVPയിലെ MD ആണ്. AVP ഞങ്ങളൊക്കെ കരുതുന്ന ഒരു തറവാട് പോലാണ്. അവിടുത്തെ എന്ത് കാര്യങ്ങൾ വന്നാലും ശരി, ഞങ്ങളൊക്കെ വാര്യസമാജക്കാരും എല്ലാ കാര്യവും അവിടെ പോവുകയും ചെയ്യും. ക്ഷണമുണ്ടോ ക്ഷണമോ ഇല്ലയോ അത് അദ്ദേഹം പറയാറുണ്ട്. സാധാരണയായിട്ട് ക്ഷണിക്കേണ്ട കാര്യമില്ല, തറവാട്ടിലെ കുടുംബ ബന്ധുക്കളെ ഒരിക്കലും ക്ഷണിക്കേണ്ട കാര്യമില്ലെന്ന് പറയാറുണ്ട്. ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു കുടുംബാംഗം പോലെയുള്ളൂ. അതുപോലെ തന്നെ കോയമ്പത്തൂർ യൂണിറ്റ് ആണെങ്കിലും ശരി, ഓൾ ഓവർ ദ വേൾഡ് എന്ത് വാര്യന്മാരുടെ എന്ത് സഹായവും അദ്ദേഹത്തിൻ്റെ പാർട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഹിൻഡ് ചെയ്താൽ മതി, അദ്ദേഹം വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് വാര്യ സമാജത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ്. അടുത്തത് വാര്യ സമാജം ജനറൽ സെക്രട്ടറിയാണ് മുരളിയേട്ടൻ, PV മുരളീധരൻ. അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്താണ്. സത്യം പറഞ്ഞാൽ കോയമ്പത്തൂർ യൂണിറ്റിന്റെ ഏത് ഫംഗ്ഷനിൽ വിളിച്ചാലും ഇതുവരെ വന്നിട്ടുണ്ട്. അതുപോലെ കോയമ്പത്തൂർ യൂണിറ്റിന് വേണ്ടി എന്ത് കാര്യങ്ങൾ എവിടൊക്കെ ചെയ്യേണ്ടി വന്നാലും ശരി, അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ച് തുടക്കം മുതൽ തന്നെ ഏത് സമയത്താണോ ശ്രീകൃഷ്ണപുരത്തുനിന്ന് ജയിച്ച് കേന്ദ്ര ലെവലിൽ വന്ന അന്ന് തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് അദ്ദേഹം. അദ്ദേഹത്തിനും വാര്യ സമാജം കോയമ്പത്തൂർ യൂണിറ്റിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിലേക്ക്. സത്യത്തിൽ വാര്യ സമാജം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചുണയുള്ള ഒരു സെക്രട്ടറി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അടുത്തത് പിന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടറി MB മുരളീധരൻ, അദ്ദേഹത്തിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഞങ്ങളുടെ പാലക്കാട് ജില്ലയാണെങ്കിൽ ശരി, ഞങ്ങളത് കൺസിഡർ ചെയ്തിരിക്കുന്നത് കോയമ്പത്തൂർ യൂണിറ്റും കൂടെ പാലക്കാട് ജില്ലയിലുള്ള പോലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഏത് കാര്യങ്ങളുണ്ടെങ്കിലും ശരി, പാലക്കാട് ജില്ലയുടെ എന്ത് കാര്യങ്ങളും ഞങ്ങളെ വിളിക്കാറുണ്ട്. ഈ യൂണിറ്റിലെ എല്ലാവരെയും വിളിക്കാറുണ്ട്, ഈ യൂണിറ്റിൽ അറിയിക്കാറുണ്ട്. അങ്ങനെ വളരെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരാണ് അവരൊക്കെ. അവരെ ദിവാകരേട്ടനുണ്ട്. ദിവാകരേട്ടന്റെ സാന്നിധ്യത്തിലും സ്വാഗതം ചെയ്യുന്നു. എന്തെന്നാൽ അത് കാരണം അദ്ദേഹം കുറച്ച് ബിസിയായി പോയി, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റിയില്ല. വന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. പിന്നെ പാലക്കാട് DB മെമ്പറാണ് T ഗോപകുമാർ. എന്ത് കാര്യം വാര്യസമാജം.org എന്ന് പറയുന്ന വാര്യസമാജത്തിന്റെ പുതിയ വെബ്സൈറ്റിന്റെ എല്ലാമാണ് അദ്ദേഹമാണ് വെബ്സൈറ്റ് നടത്തുന്നത്. എല്ലാം അദ്ദേഹമാണ്. അദ്ദേഹം ഞങ്ങളുടെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അതുപോലെ തന്നെ എന്ത് കാര്യം കോയമ്പത്തൂർ യൂണിറ്റിലെ എന്ത് കാര്യമുണ്ട്, ഈവൻ വാര്യ സമാജത്തിന്റെ എന്ത് കാര്യമുണ്ടെങ്കിലും ശരി, വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, വേണ്ട രീതിയിൽ അതിന് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കാറുണ്ട്, ഞങ്ങളുടെ അഡ്വൈസ് ചോദിക്കാറുണ്ട്, ഇങ്ങോട്ട് അഡ്വൈസ് തരാറുണ്ട്. അങ്ങനെ എല്ലാം വാര്യ സമാജത്തിന്റെ പുതിയ ടെക്നോളജിക്ക് ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ഗോപകുമാർ ശ്രദ്ധേയനാണ്. ഗോപകുമാറിനും വാര്യ സമാജം കോയമ്പത്തൂർ യൂണിറ്റിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം. അടുത്തത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. ഫാമിലി മെമ്പേഴ്സിന് ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ സ്വാഗതം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഓരോ വീട്ടിലും പോയിരുന്നു. ഞാനും അപ്പോഴും അങ്ങനെ 2-3 പേര് പോയിരുന്നു. ഓരോ വീട്ടിലും ഞങ്ങൾക്ക് കിട്ടിയ സ്വാഗതം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല സ്വാഗതമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഞങ്ങൾ ഓരോ വീട്ടിലും പോയപ്പോൾ അത് ഞങ്ങളെ അതിനെ കൺസിഡർ ചെയ്യുന്നത് ഞങ്ങളുടെ അതായത് ഈ യൂണിറ്റിന്റെ പ്രവർത്തനം നല്ലതായിട്ടാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ളൊരു ഓൾമോസ്റ്റ് എല്ലാ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കണ്ടാൽ അറിയുന്നുണ്ട്, ഒരാളെങ്കിലും ഇവിടെ പ്രസന്റ് ആണ് ഇന്നിപ്പോൾ. അങ്ങനെ എല്ലാ മെമ്പേഴ്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സ്വന്തം പേരിലും വാര്യ സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന പേരിലും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്ത പാർട്ട് ഞാൻ ജസ്റ്റ് കോയമ്പത്തൂർ യൂണിറ്റിനെ പറ്റി, അതായത് ഇവിടെ ഒരു റിപ്പോർട്ടോ അങ്ങനെയൊന്നും വരുന്നില്ല. അതുകൊണ്ട് കോയമ്പത്തൂർ യൂണിറ്റിനെ പറ്റി ഒരു 2 വാക്ക് പറയുകയാണ്. കോയമ്പത്തൂർ യൂണിറ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് 2-3 വാക്ക് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അത് യൂണിറ്റിലെ മെമ്പർമാരുടെ എല്ലാ സന്തോഷത്തിലും സന്താപത്തിലും ഞങ്ങളുടെ ഭാരവാഹികളെ ചെന്നെത്താനും അവർക്ക് അവരുടെ ഇതിൽ പങ്കുകൊള്ളാനും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് പരമാവധി ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ
2002 ഞങ്ങൾ തുടങ്ങിയത്, ഒക്ടോബറിലാണ് തുടങ്ങിയത്. ആദ്യത്തെ ഒരു യോഗം തുടങ്ങി ചെറിയത്. 2003 ജനുവരിയിലായിരുന്നു ഫസ്റ്റ് വാർഷികം. അങ്ങനെ കണക്ക് കൂട്ടുമ്പോഴാണ് ഇത് 9ാമത്തെ വാർഷികമാണ്. അത് തൊട്ട് ഇന്ന് വരെ വാര്യന്മാരെ, കോയമ്പത്തൂരിലുള്ള വാര്യന്മാരെ എല്ലാം സെർവ് ചെയ്യാനായിട്ട് വാര്യ സമാജം മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാര്യ സമാജം കോയമ്പത്തൂർ യൂണിറ്റിന്റെ പേര് ഓൾ ഓവർ ദ വേൾഡ് എത്തിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് എത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിചാരം. കേന്ദ്രത്തിലെ എല്ലാ സംരംഭങ്ങൾക്കും കോയമ്പത്തൂർ യൂണിറ്റ് മാക്സിമം സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയാണേലും ശരി മുമ്പിൽ തന്നെ നിൽക്കാറുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിൽക്കാറുണ്ട്. ഇനി ഞങ്ങളുടെ പെൻഡിങ് ആയിട്ടുള്ള പല പ്രോജക്റ്റുകളും ഉണ്ട്. പല പ്രോജക്റ്റിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് വൈവാഹിക മാത്ര, അതിന് മാക്സിമം സഹകരിച്ചിട്ടുണ്ട്. എറണാകുളത്ത് വെച്ചാണ് 26-ാം തീയതി പാലാരിവട്ടത്തെ രാജരാജേശ്വരി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹപ്രായമായ കുട്ടികൾക്കും അവരുടെ പേരൻസിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഇതാണ്. അതിന് എറണാകുളം ജില്ലയാണ് മുമ്പോട്ട് വന്ന് എല്ലാം എടുക്കുന്നത്. എങ്കിലും ശരി, വാര്യ സമാജത്തിന്റെ ഫുൾ സപ്പോർട്ടുണ്ട്. വാര്യ സമാജം മാക്സിമം സഹകരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കോയമ്പത്തൂർ യൂണിറ്റും മാക്സിമം സഹകരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ തന്നെ ഗോപു ഇവരൊക്കെയാണ് ഡിസൈന്, അതിന്റെ ഇത് എല്ലാം ഓൾ ഓവർ കേരള എല്ലാവരും അതിനകത്ത് സഹകരിച്ചിട്ടുണ്ട്. അതിന്റെ തന്നെ വൈവാഹിക മാത്രയുടെ ഫോംസ് ഇപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് നിന്ന് തന്നെ ഒരു മെമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മെമ്പറാണ് ഹരികുമാർ വന്നിട്ടുണ്ട്. അദ്ദേഹം അവിടെ റിസപ്ഷനിലുണ്ട്. എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും അദ്ദേഹത്തിനോട് ചോദിക്കാം, അദ്ദേഹം അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ കേന്ദ്ര വാർഷികമാണ്. മെയ് 18, 19, 20 കേന്ദ്ര വാർഷികം നടക്കുന്നുണ്ട്. ആ വാർഷികത്തിന്റെ ഫസ്റ്റ് ടൈമായിട്ട് നമ്മളത് വെബ്കാസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, തത്സമയമായിട്ട്. അതിന്റെ ഫുൾ ഉത്തരവാദിത്വം കോയമ്പത്തൂർ യൂണിറ്റും വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് വാരിയേഴ്സും ആണ് എടുത്തിരിക്കുന്നത്. അതിന്റെ എല്ലാ ചെലവ് സഹിതം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് തത്സമയം ഓൾ ഓവർ ദ വേൾഡ് ഒരു മിനിമം ഒരു 5000 to 10000 പേർക്ക് ഓൺലൈനിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏത് വെബ്സൈറ്റ് ആണെന്നൊക്കെ പറയും. മിക്കവാറും